ക്രിയേറ്റ് കോണ്ടന്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ സൗണ്ട്സ് വെരി ഈസി അല്ലേ? പക്ഷേ ബാംഗ്ലൂർ പോലെ വലിയൊരു നഗരം ഒരാൾക്ക് തന്നെ ഡോക്യുമെന്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? യെസ്. എന്നാൽ അങ്ങനെ ചെയ്ത് നമ്മൾ അടിപൊളി ഫുഡ് സ്പോട്ടുകളും കൾച്ചറും ലൈഫ് സ്റ്റൈലും അടങ്ങുന്ന ബാംഗ്ലൂർ ഇൻ ആൻഡ് ഔട്ട് നമ്മളെ പരിചയപ്പെടുത്തി തന്ന ഒരു കൂൾ കോണ്ടന്റ് ക്രിയേറ്റർ, ഒരു അമേസിംഗ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള റാസിലാണെന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ആൻഡ് ടുഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റോറീസ് ബിഹൈൻഡ് സ്റ്റോറി ഫ്രം ബാംഗ്ലൂർ. സോ വെൽക്കം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് 17 ഇയേഴ്സ് ആയി ഇൻ ബാംഗ്ലൂർ അല്ലേ? 2009 ബാംഗ്ലൂർ വന്നത്. സോ ഈ ഒരു 17 ഇയേഴ്സ് ഓഫ് ജേർണി എങ്ങനെയാണ് റാസിനെ ട്രാൻസ്ഫോം ചെയ്തത്? ലൈക്ക് ഇൻ പേഴ്സണൽ വേ ആണെങ്കിലും പ്രൊഫഷണൽ വേ ആണെങ്കിലും ഹൗ ട്രാൻസ്ഫോം ചെയ്യും? ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ എനിക്ക് ബാംഗ്ലൂർ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ. ഭയങ്കര വെറുപ്പായിരുന്നു. അതിനുള്ള കാരണം ഞാൻ വരുന്നത് 16 വയസ്സ് കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വരുന്നത്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും. അപ്പം ഞാൻ ഡിപ്ലോമ പഠിക്കാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 20-21 വയസ്സുള്ളവരാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ആ ഒരു ചെറു പ്രായത്തിൽ നിന്ന് ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിലേക്ക് വരുമ്പോൾ കൂടെ ഉള്ളവർ ഒന്നാമത് ഇവൻ ചെറിയ ചെക്കൻ, ഇവനെ നമ്മളെ കൂടെ കൂട്ടാൻ പറ്റുമോ, ഇവനെ എന്താ പറയുക, ആ ഒരു രീതിയിലായിരുന്നു ആദ്യത്തെ ഒരു മെൻറ്റാലിറ്റി. കാരണം നമ്മളത്ര മെച്യൂർഡ് അല്ല. ചെറിയൊരു കാര്യത്തിന് വരെ സങ്കടം തോന്നും. അവരെന്നെ കൂട്ടാതെ ചായ കുടിക്കാൻ പോയി, അല്ലെങ്കിൽ അവരെന്നെ കൂട്ടിയില്ല ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ, അവർ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്നെ കൂട്ടിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ റൂമിലാണെങ്കിലും അവർ ആ ഒരു 4-5 വർഷം മാറ്റമുള്ളതുകൊണ്ട് തന്നെ ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് തിരിച്ചു പോകണം, ബാംഗ്ലൂർ എനിക്ക് ശരിയാവില്ല. പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ആദ്യം തുടങ്ങി. ബാംഗ്ലൂർ എന്താണെന്ന് പഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ സൺഡേ ആയിക്കഴിഞ്ഞാൽ MG റോഡ് പോയി നടക്കും. അത് ഒറ്റക്കാണെങ്കിലും നടക്കാം. അങ്ങനെ ബാംഗ്ലൂരിനെ മെല്ലെ മെല്ലെ ഇഷ്ടപ്പെട്ട് വന്നപ്പം ബാംഗ്ലൂരിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അറിയാൻ എന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ അവരെങ്കാട്ടി ഒന്നുകൂടിയും ബെറ്റർ ആയി എന്ന് പറയും. പിന്നെ എല്ലാവരും ആ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കും ആ ഒരു മെച്യൂരിറ്റി ഒക്കെ കിട്ടിയപ്പം ആ ഒരു നല്ല കമ്പനി ഫ്രണ്ട്സ് നോക്കുമ്പം എന്നെക്കാട്ടി പ്രായത്തിന് കൂടുതലാണെങ്കിലും അവർ ഇന്ന് ഓരോ ഭാഗത്തും ലോകത്തിൻ്റെ അവരിടക്കിടക്ക് വിളിക്കും, എവിടെയാടാ, എന്താടാ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് കുറേ, കാരണം നമ്മളെ പ്രായത്തിനെക്കാട്ടി കൂടുതലുള്ള സുഹൃത്തുക്കളുണ്ട്. ബാംഗ്ലൂർ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ആദ്യം കുറേ ഇതിനൊന്ന് വെറുത്തെങ്കിലും, കാരണം നമ്മളോട് ഒരാൾ വന്നിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് അവരോടൊരു സ്നേഹം തോന്നില്ലേ, ഒരു വിടാൻ പറ്റാത്തൊരു സ്നേഹം. ആ ഒരു സ്നേഹമാണ് പിന്നെ ബാംഗ്ലൂരിന് തോന്നിയത്. പിന്നെ എനിക്ക് ഈ നാട്ടിൽ നിന്ന് വേറെ ഞാൻ പല സ്ഥലത്തും പോയി നോക്കി, ദുബായിലും മുംബൈയിലും കൊച്ചിയിലൊക്കെ ഞാൻ പോയി നോക്കിയെങ്കിലും നാട്ടിൽ പോയി നിന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇവിടുത്തെ വൈബ് വേറെ എവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. അതെ, ഓക്കെ.